ഓക്കെ, ഞാൻ വരുമ്പോൾ ഒരു പെർഫ്യൂം കൊണ്ടു തരാം സ്നേഹത്തോടെ. ഓഹോ, ഇൻഷാ അല്ലാ, കുഴപ്പമില്ല. താങ്ക് യു, പറഞ്ഞ് മനസ്സിലായി. നമ്മൾ ആദ്യത്തെ മുമ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഗൾഫിൽ നിന്ന്, ഖത്തറിൽ നിന്നും, ഒമാനിൽ നിന്നും, സൗദിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ പേരിൽ, നാട്ടിൽ എവിടെയാണ്, മലപ്പുറത്താണ്, കൊല്ലത്താണ്, കൊയിലാണ്ടിയിലൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ ഞങ്ങളുടെ സങ്കടകഥകൾ കേട്ടിട്ട് അന്നേരം നമ്മുടെ ലൈവിൽ ഇങ്ങനെ പറയായിരുന്നു, വീടിന് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ പാടെ ലൈവിൽ നിന്ന് നമ്പറൊക്കെ ചോദിച്ചു, നമ്പർ കൊടുത്തു. പിന്നെ വിളിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സങ്കട കഥകളൊക്കെ കേട്ടു. നിങ്ങൾ ആസ്വദിച്ച് കേട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, 2-3-4 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഇതേ സംഗതിയാണ് പറഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടു. പിന്നെ അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊന്നുമില്ല, വിളിയുമില്ല, ഒന്നുമില്ല. നമ്മൾ എത്ര മണിക്കൂർ സംസാരിക്കും, എൻ്റെ ബ്ലഡാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു. പിന്നെ അവർ പോയ വഴിക്ക് തൃണം മുളച്ചിട്ടില്ല. പിന്നെ നമ്മൾ വാട്സപ്പിൽ നല്ലൊരു മറുപടി കൊടുത്തു. ഇനി മേലാൽ ഇങ്ങനെ ഒരാൾക്കാർ, ഒരു പാവപ്പെട്ട ഫാമിലി ആരെയും ഇങ്ങനെ സങ്കടപ്പെടുത്തി ഒരു കാര്യം വാഗ്ദാനം നൽകരുത്. ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടുസൂചിയാണെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, പറയാൻ പാടില്ല. അങ്ങനെ